ഞാനിപ്പോ നിക്കണ ടെറസിൽ നട്ട കമ്പോഡിയം മുന്തിരിയുടെ അടുത്താണ്. അപ്പൊ കമ്പോഡിയം മുന്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കൊല അല്ലെ 5 കിലോ വരെ വെയിറ്റ് തന്നെ മുന്തിരി ഉണ്ടാവും. നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് തന്നെ കായ്ക്കണ കമ്പോഡിയം മുന്തിരി. പിന്നെ കമ്പോഡിയം മുന്തിരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വർഷം മുഴുവനും മുന്തിരി ഉണ്ടാവും. നമ്മുടെ സാധാ മുന്തിരി എന്ന് പറഞ്ഞാൽ സീസണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ കണ്ട ഞാനിവിടെ നട്ടേക്കണേന്ന് വെച്ചാല് ടെറസിൽ HDP ഗ്രോ ബാഗിലാണ് നട്ടേക്കണത്. ഇതിങ്ങനെ തണ്ട് കയറി വന്നപ്പോ തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യണതാണ്. കണ്ട ഇതിങ്ങനെ അടുപ്പിച്ച് പൂങ്കൊലകൾ കണ്ട ഇഷ്ടംപോലെ പൂങ്കൊലകൾ ഇങ്ങനെ ഉണ്ടായി വന്നുണ്ട്. ഇത് വിരിഞ്ഞ് വരാനായിട്ട് സമയം എടുക്കോട്ടാ. അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പന്തല് വേണം നമുക്ക് കമ്പോഡിയം മുന്തിരിക്ക് വേണ്ടി ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം നല്ല ബലമുള്ള തണ്ടുകളാണ്. 30 വർഷം വരെ നിക്കണതാണ് ട്ടാ നമ്മുടെ മുന്തിരിച്ചെടി. അപ്പൊ നമ്മ ആദ്യം ഈ മുന്തിരിച്ചെടി നടുമ്പോൾ കണ്ട ഇതേപോലെ ഈ മുന്തിരിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതേപോലെ കിഴങ്ങുകൾ ഉണ്ടാവും. കണ്ട മധുരക്കിഴങ്ങ് പോലെ കിഴങ്ങ് ഉണ്ടായേക്കണണ്ട. അപ്പൊ ചിലപ്പോ നമ്മ ആദ്യം നട്ടഴിയുമ്പോ ഇതിങ്ങനെ ഉണങ്ങി പോകും. വീണ്ടും ഇത് രണ്ടാമത് ഇത് ഈ കിഴങ്ങിൽ നിന്നിട്ട് ഇങ്ങനെ പൊടിച്ചു വരും. പൊടിച്ചു വന്നതിനെ കണ്ട പെട്ടെന്ന് തന്നെ മുന്തിരി ഉണ്ടാകുകയും ചെയ്യും. കണ്ട അധികം നാളൊന്നും വേണ്ട മുന്തിരി ഉണ്ടാവാനായിട്ട്. പിന്നെ മുന്തിരി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മ എപ്പോഴും പ്രൂൺ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പടർന്ന് കാട് കയറി കിടക്കരുത്. പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ മുന്തിരി കായ്ക്കുള്ളൂ. പിന്നെ ഇതിന്റെ വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ മീൻ കഴുകണ വെള്ളം, ഇറച്ചി കഴുകണ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഇഷ്ടംപോലെ മുന്തിരി ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ് തന്നെ മതി മുന്തിരി നിറയെ കായ്ക്കാനായിട്ട്. നമുക്ക് ഇതേപോലെ വലിയ ചട്ടികളിലോ വലിയ ഗ്രോ ബാഗുകളിലോ അല്ലെങ്കിൽ താഴെ മണ്ണിലോ എവിടെ വേണമെങ്കിലും നട്ടുകൊടുക്കാം. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണം മുന്തിരി നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്.